അടിപൊളിയായിട്ടിരിക്കുന്നല്ലോ. നിങ്ങളുടെ സ്വന്തം പ്രിട്ടി മിസ് ആണ്. ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ടിഷ്യൂസ് ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഡിസ്കസ് ചെയ്യാനാണ്. നമുക്കറിയാം ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നല്ലേ, ക്ലസ്റ്റർ ഓഫ് സെൽസ് അല്ലെങ്കിൽ ഒരേ സിമിലർ സ്ട്രക്ചർ ഉള്ളതും സെയിം ഫംഗ്ഷൻ ചെയ്യുന്നതുമായിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് സെൽസിനെയാണ് നമ്മൾ ടിഷ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ടിഷ്യൂസിൽ തന്നെ പ്ലാന്റ് ടിഷ്യൂസിനെ പറ്റിയും ആനിമൽ ടിഷ്യൂസിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ കാണുന്നത്. അതിൽ നമ്മുടെ പ്ലാന്റ് ടിഷ്യൂസിൽ തന്നെ നമുക്ക് പ്രത്യേകം പഠിക്കാനുള്ള ഒരു ടിഷ്യൂസ് ആണിത് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് അല്ലേ. ആനിമലിലൊന്നും കാണാതെ പ്ലാന്റ് സെല്ലിന് തന്നെ വളരെ എക്സ്ക്ലൂസീവ് ഫീച്ചർ ആയിട്ടുള്ളതാണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ്. എന്താണ് ഈ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ആൻഡ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ഒന്ന് നോക്കിയാലോ നമുക്ക്. സോ ദ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ് occur only in a certain specific region, and this is because dividing tissue, also known as meristematic tissue, is located only at these points. നമുക്കറിയാം പ്ലാന്റ് നല്ലോണം വളരുന്നുണ്ട്, എപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നവരാണ് നമ്മുടെ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഓരോന്നും ലോക്കലൈസ്ഡ് ആണ്, ഓരോ സ്പെസിഫിക് ലൊക്കേഷനിൽ മാത്രമേ ഈ ഗ്രോത്ത് നടക്കുകയുള്ളൂ. കാരണം എന്താണ്, ഈ സ്പെസിഫിക് ലൊക്കേഷനിലാണ് വി സീ ദിസ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ്. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് കാണുന്നത് ഈ പറയുന്ന ലോക്കലൈസ്ഡ് ടിഷ്യൂസ് അല്ലെങ്കിൽ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള സെക്ഷനിലാണ്. അപ്പോൾ ഏതൊക്കെ ടൈപ്പാണ്, ഏതൊക്കെ റീജിയനിലാണ് ഇപ്പോൾ പ്ലാന്റിന് ഗ്രോത്ത് നടക്കുന്നത്? Yes, meristematic tissues as cells or group of cells have ability to divide. നമ്മൾ ഈ പറഞ്ഞ സ്പെസിഫിക് റീജിയനിൽ ഡിവിഷൻ നടത്തുന്നത് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ആണ്. ആക്റ്റീവ്ലി ഡിവൈഡിങ് സെൽസ് ആയതുകൊണ്ടാണ് നമ്മൾ അവയെ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ വളരെ സ്മോൾ, ഡെൻസ്ലി പാക്ഡ് ആണ്, അതുപോലെ വളരെ ആക്റ്റീവ് ആണ്, കാരണം കണ്ടിന്യൂസ് ഡിവിഷൻ നടക്കുകയാണ്. അതുമാത്രമല്ല ദേ ഹാവ് ഡെൻസ് സൈറ്റോപ്ലാസം, സെല്ലുലോസ് വോൾസ് ആൻഡ് പ്രൊമിനൻറ്റ് ന്യൂക്ലിയൈ. വളരെ തിൻ സെല്ലുലോസ് ആണുള്ളത്, അതുകൊണ്ട് കാരണം വളരെ തിൻ സെൽ വോൾ ആണുള്ളത്. ആൻഡ് പ്രൊമിനൻറ്റ് ന്യൂക്ലിയൈ, വളരെ ലാർജ് ആയിട്ടുള്ള പ്രൊമിനൻറ്റ് ന്യൂക്ലിയയും നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ബട്ട് ദേ ലാക്ക് വാക്യൂൾസ്, അവർക്ക് എന്തില്ല, വാക്യൂൾസ് ഇല്ല. അപ്പോൾ ഇവർ ആക്റ്റീവ്ലി ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവരുടെ സെല്ലിനുള്ള പ്രത്യേകതകളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി ഇവ ഏതൊക്കെയാണ്, ഡിപ്പെൻഡിങ് ഓൺ ദ റീജിയൻസ്, എവിടെയാണ് ഇവർ കാണുന്നത് എന്ന രീതിയിൽ ആ ഒരു ബേസിസ് വെച്ചിട്ട് ഇവരെ മൂന്നായിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്: എപ്പിക്കൽ മെരിസ്റ്റം, ലാറ്ററൽ മെരിസ്റ്റം ആൻഡ് ഇന്റർകാലറി മെരിസ്റ്റം. 3 ടൈപ്പ് ഓഫ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ആണ് നമ്മൾ പഠിക്കുന്നത്. അതിലൊന്നാമത്തേത് ഇതാ ടിപ്പ് പോർഷനിൽ നിങ്ങൾ കാണുന്ന എപ്പിക്കൽ മെരിസ്റ്റം, ഇവിടെ നിങ്ങൾ കാണുന്ന റീജിയൻ ഇടയിലായിട്ട് ഇന്റർകാലറി മെരിസ്റ്റം ആൻഡ് ഓൾസോ ലാറ്ററൽ മെരിസ്റ്റം. ഇനി 3 നമുക്കൊന്ന് വേഗം പഠിക്കാം. എപ്പിക്കൽ മെരിസ്റ്റം, ഈ ടിപ്പ് പോർഷനിൽ കാണുന്നതാണ് എപ്പിക്കൽ മെരിസ്റ്റം ബിക്കോസ് ദേ ക്യാൻ സീൻ അല്ലെങ്കിൽ ദേ ആർ സീൻ ഇൻ ദ ടിപ്പ് ഓഫ് സ്റ്റെംസ് ആൻഡ് റൂട്ട്. നമ്മൾ റൂട്ട് എടുത്താലും സ്റ്റെം എടുത്താലും അതിൻ്റെ ടിപ്പ് പോർഷനിൽ കാണുന്നതാണെന്ത് ഈ ഒരു എപ്പിക്കൽ മെരിസ്റ്റം എന്ന് പറയുന്നത്. ആൻഡ് ഇൻക്രീസസ് ദ ലെങ്ത് ഓഫ് സ്റ്റെം ആൻഡ് റൂട്ട്. ടിപ്പിൽ കാണുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സ്റ്റെമ്മിൻ്റെ ഈ ഒരു ലെങ്ത്, റൂട്ടിൻ്റെ ലെങ്ത് കൂട്ടുന്നത് എപ്പിക്കൽ മെരിസ്റ്റമാണ്. ഇതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓൾറെഡി നമ്മുടെ നിഞ്ച ബാച്ചിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. നിരന്തരം നമ്മുടെ ലൈവ് ക്ലാസ്സസിലൂടെയും കോണ്ടന്റ് വളരെ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. കാരണം ഇത്രയും ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാം. കോൺസെപ്റ്റ് ക്ലിയർ ആക്കാനും എക്സാംസിലൂടെയും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലൂടെയും ഒക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വെൽ ക്ലിയർ ആകും. അത് നിങ്ങൾ 10th കയറുമ്പം ഒരു ബേസ് നിങ്ങൾക്ക് സെറ്റ് ആക്കാനും പറ്റും. ഓക്കെ, അപ്പം ഇതൊക്കെ നല്ല രീതിയിൽ ഫിഗറൊക്കെ വെച്ച് നമുക്ക് പഠിക്കാവുന്നതാണ്. സോ മറക്കരുത്, നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ താല്പര്യമുള്ള എല്ലാ കുട്ടികളെയും എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഇനി രണ്ടാമത്തേതാണ് ലാറ്ററൽ മെരിസ്റ്റം. ദ ഗർത്ത് ഓഫ് സ്റ്റെം ഓർ റൂട്ട് ഇൻക്രീസസ് ഡ്യൂ ടു ലാറ്ററൽ മെരിസ്റ്റം. ഇവരെന്താണ്, ക്യാമ്പിയമാണ് ഉണ്ടായത്. അതായത് നമ്മുടെ ഈ മരത്തിൻ്റെ വണ്ണമൊക്കെ കൂട്ടും അല്ലേ. മരം വലുതാവും തോറും എന്ത് ചെയ്യും, വണ്ണം വെക്കും. ആ വണ്ണം കൂട്ടുന്നത്, അതിൻ്റെ ഗർത്ത് കൂട്ടുന്നത് ആരാണ്, ലാറ്ററൽ മെരിസ്റ്റമാണ്. അവിടെ സെക്കൻഡറി ഗ്രോത്ത് നടന്ന് ക്യാമ്പിയം ഡെവലപ്പ് ചെയ്തിട്ടാണ് ഈ ലാറ്ററൽ മെരിസ്റ്റത്തിലൂടെ ഗ്രോത്ത് നടക്കുന്നത്. അപ്പം ഗർത്ത് കൂട്ടുന്നത് ഏതാണ്, ലാറ്ററൽ മെരിസ്റ്റം. മൂന്നാമത്തേതാണിത് നമ്മുടെ ഇന്റർകാലറി മെരിസ്റ്റം എന്ന് പറയുന്നത്. ദാറ്റ് ആർ സീൻ ഇൻ സം പ്ലാന്റ് ലൊക്കേറ്റഡ് നിയർ ദ നോഡ്. നമ്മൾ ഒരു ചെടി വരയ്ക്കുന്ന സമയത്ത് നമുക്കറിയാം ഏതാണ്, ഈ നോഡിൽ നിന്നാണ് ബ്രാഞ്ചസ് വരുന്നത്. ആ നോഡിലാണ് എന്ത്, ബ്രാഞ്ചസ് ഡെവലപ്പ് ആവുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു ഇന്റർനോഡ് റീജിയൻ ഉണ്ടല്ലോ, നോഡിൻ്റെ ഇടയിലുള്ള റീജിയനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇന്റർനോഡ് എന്ന് പറയുന്നത്. ആ റീജിയനിൽ വളർച്ച കൊണ്ടുവന്നിട്ട് അവിടെ ഡിവിഷൻ നടന്ന് ആ ഒരു ലെങ്ത്തും ആ പ്ലാന്റിൻ്റെ സ്റ്റെമ്മിൻ്റെ ഒക്കെ ഡെവലപ്മെൻറ്റ് നടത്തുന്നത് നമ്മുടെ ഇന്റർകാലറി മെരിസ്റ്റമാണ്. അപ്പോൾ ലൊക്കേറ്റഡ് നിയർ ദ നോഡാണ് എന്ന് ഓർത്ത് വെക്കാം. സോ ഇതാണെന്ത് നമ്മൾ പഠിക്കുന്ന 3 ടൈപ്പ് ഓഫ് മെരിസ്റ്റംസ്
എപ്പിക്കൽ മെരിസ്റ്റം, ലാറ്ററൽ മെരിസ്റ്റം ആൻഡ് ഇന്റർകാലറി മെരിസ്റ്റം. ഇത് മൂന്നും എവിടെ കാണപ്പെടുന്നു എന്നുള്ളത് ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് തന്നിട്ടുള്ള ഫിഗർ മനസ്സിലാക്കി തന്നെ പഠിക്കുക. അപ്പോൾ കൂടുതലായിട്ട് പഠിക്കണം, ഡീറ്റെയിൽ ആയിട്ട് ചാപ്റ്റർ കംപ്ലീറ്റ് സെറ്റ് ആക്കണമെങ്കിൽ നേരെ നമ്മുടെ നിഞ്ച ബാച്ചിലേക്ക് വരിക, അവിടെ കാണാം. സോ കൂടുതൽ വിവരങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് മിസ് വീണ്ടും വരാം. ബൈ.